ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. വളരെ വർഷങ്ങളായി മേഘാലയയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയോടൊപ്പം ആയിരിക്കുന്നു. ആ പ്രിയ കർത്തൃദാസിയുടെ ജീവിതാനുഭവം കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് എൻ്റെ സാക്ഷ്യം പറയുന്നതിനായി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയ കർത്താവിൻ്റെ ദാസിയുമായി ദൈവബാധപീഠത്തിനിടയിനടുത്ത് വരുന്ന കർത്താവിൻ്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഹല്ലേലൂയ അങ്ങയുടെ പരിപാലനവും ഒക്കെ സംസാരിപ്പാൻ നിങ്ങളുടെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയാട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓക്കെ, ദേവദാസി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും അങ്ങനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് സോളി. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മേഘാലയയിൽ നിന്ന്. നാട്ടില് കേരളത്തില് എന്റെ സ്ഥലം കൊട്ടാരക്കര. എന്നെ വിവാഹം ചെയ്തു വിട്ടിരിക്കുന്നത് അടൂര്. ഇപ്പോൾ ഞങ്ങൾ 10 വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട്, അതിനു മുൻപേ കർത്താവിന്റെ ദാസൻ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് 10 വർഷമായിട്ട് മേഘാലയയിലായിരിക്കുന്നു. വീട്ടില് പപ്പയുണ്ട്, എനിക്ക് പപ്പയുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. അവർ വിവാഹിതരാണ്. അവർ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. അച്ചാച്ചന്റെ വീട്ടില് അമ്മയുണ്ട്, ദൈവകൃപ പ്രായമുണ്ട്, ഭവനത്തിലായിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. ഓക്കെ, ഓക്കെ, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെ ആ മേഘാലയയുടെ പ്രദേശത്തും ഒക്കെ കർത്താവ് എങ്ങനെ നടത്തുന്നു, പരിപാലിക്കുന്നു, കർത്താവിൻ്റെ വേലയിലെ പ്രകാരമായിരിക്കുന്നു ഒന്നൊക്കെയുള്ളതായ സാക്ഷ്യങ്ങൾ കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. അതിനായി ഞാൻ കർത്താവിൻ്റെ ദാസിയെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. അതിനുള്ള സമയം ഇപ്പം നൽകി തരികയാണ്. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. താങ്ക് യു ആന്റി. വിലപ്പെട്ട സമയം ദൈവിക സാക്ഷ്യം ദൈവം ജീവിതത്തിൽ നൽകി തന്നതാകുന്ന അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് അവസരത്തെ നൽകി തന്ന ആന്റിയുടെ വിലപ്പെട്ട സമയം, എല്ലാവരുടെയും വിലപ്പെട്ട സമയം നൽകി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാൽ ആയിരിക്കുന്നു. കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. നാം എവിടെ ആയിരിക്കണം ഇന്നും നാളെയും അന്ത്യവും ഒക്കെ നന്നായിട്ട് അറിയുന്ന കർത്താവ്, നമ്മളെ കുറിച്ച് പദ്ധതിയുള്ള കർത്താവ്, എന്നെ കുറിച്ച് പദ്ധതിയുള്ള കർത്താവ് എന്റെ ഈ പ്രായത്തിൽ കുടുംബമായിട്ട് ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ഞങ്ങള് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെ 103-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 10-ന്റെ അവസാന ഭാഗം മുതൽ അവിടെ എഴുതിയിരിക്കുന്ന ആകാശം ഭൂമിക്ക് മീതെ 11 ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. എപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു വന്നുവോ. എന്റെ മാതാവിന്റെ 12ാമത്തെ വയസ്സിലാണ് മാതാവ് രക്ഷിക്കപ്പെടുന്നത്. അതിനു മുൻപ് അവർ മറ്റൊരു സമുദായ കെട്ടുപാടിൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ 12ാമത്തെ വയസ്സിൽ അറിഞ്ഞു. മാതാവ് എല്ലാവർക്കും അറിയാമല്ലോ, ആശാരി ഉപദേശി എന്ന് പറഞ്ഞാല് നാട്ടില് കേരളത്തില് കൊട്ടാരക്കരയിലായിരുന്നു. എല്ലാവർക്കും അറിയാം. അവിടെയാണ് എന്റെ മാതാവ് രക്ഷിക്കപ്പെട്ട് ആ പിതാവിന്റെ വാക്കുകളിലൂടെ എന്റെ വീട്ടിൽ വന്ന് മാതാവിന്റെ 12ാമത്തെ വയസ്സിൽ രോഗം പിടിപെട്ടപ്പോൾ അവിടെ കടന്നു വന്നു. മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങനെ മാതാവിന്റെ പിതാവ് അപ്പച്ചനാണ് ഇങ്ങനെ മാതാവിനെ ആരാധനയ്ക്ക് വേണ്ടി പോകുവാനായിട്ട് വിട്ടു. അവരോടൊപ്പം വിട്ടു. പിന്നെ അവരോടൊപ്പം നിർത്തി, ആ വീട്ടിൽ നിർത്തി, അവരുടെ മക്കളോടൊപ്പം വളർത്തി. സുവിശേഷ വേലയിലും അങ്ങനെ പ്രാർത്ഥനയിലും ഒക്കെ കൊണ്ടു നടന്നു. അവർ തന്നെ വിവാഹം ചെയ്ത് ആത്മിക പശ്ചാത്തലത്തിൽ വിവാഹം ചെയ്ത് വിട്ടു.
അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഒരു സഹോദരനും, അങ്ങനെ ഞങ്ങൾ 2 മക്കൾ ജനിച്ചു. മാതാവിനെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ മാതാവിന് അത് സാധിച്ചില്ല. ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബവും ഒക്കെ ആയിട്ട് മുൻപോട്ട് കടന്നുപോയി. എന്നാൽ എന്റെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ മൂത്തതാണ് എന്റെ സഹോദരൻ, മൂത്തതാണ്. അതിനുശേഷം വൈക്കത്ത പ്രകാരം ജനിച്ചതാണ് മൂത്ത മകൻ. അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ അമ്മയുടെ നേരെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. അപ്പോ ഞാൻ ആ വചനം വായിച്ചതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്റെ ഭക്തന്മാരോട് ദൈവത്തിന്റെ ദയ വലുതായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഈ ഭാഗത്തേക്ക്, ദൈവത്തിന്റെ ആ ദയ കുടുംബത്തോടുണ്ടായിരുന്നു കൊണ്ടാണ് ഞാനൊക്കെ ഈ ഭാഗത്തേക്ക് കടന്നു വന്നത്. ഒരു പക്ഷേ മാതാവൊക്കെ ജനിച്ച് ആ വളർന്നു പോയ പശ്ചാത്തലത്തിലാണ് ഞാനൊക്കെ ജനിക്കപ്പെട്ടിരുന്നത് എങ്കിൽ സുവിശേഷവേല പോയിട്ട് വിശ്വാസത്തിൽ പോലും നിൽക്കുന്ന ഒരാളായിരിക്കുമായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വലിയ ദയ തന്റെ ഭക്തന്മാരോട്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ഭക്തന്മാരോട് ദൈവത്തിന്റെ ദയ വലുതായിരിക്കുന്നു. അങ്ങനെ മൂത്ത മകൻ എന്റെ സഹോദരൻ ജനിച്ചു. അതിനുശേഷം ഞാൻ ജനിച്ചു. എന്നാൽ എന്നെ കുറിച്ചോ സഹോദരനെ കുറിച്ചോ മാതാവിനുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് സുവിശേഷ വേല നല്ലൊരു ആത്മീക പശ്ചാത്തലത്തിൽ മുൻപോട്ട് പോകണം എന്നൊക്കെയുള്ളതാകുന്ന ഒരു കാഴ്ചപ്പാട് വളരെയായിരുന്നു. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാവിനെയാണ് ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ലഭിച്ചത്. ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ അതിനോടൊപ്പം ഇല്ലെങ്കിലും എന്നെ കേൾക്കുന്ന യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാര്യം ഓർക്കുക, അവരുടെ കണ്ണുനീര്, അവരുടെ പ്രാർത്ഥന ഒരിക്കലും അതാണ് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിഗളിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ നാം മറന്നു കളയുകയോ ചെയ്യരുത് എന്നാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു ദയവ്, അവരോട് ഒരു കരുണ, പ്രാർത്ഥനയിൽ നാം അവരെ കുറിച്ച് ഓർക്കുകയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു നന്ദി എന്ന് പറയുന്നത്. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. പപ്പ ഒരു നല്ല കൃഷിക്കാരനാണ്. അതിരാവിലെ അതുപോലെ തന്നെ പശു ഒക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്റെ ചെറുപ്പ സമയത്ത്. അപ്പോ അതിരാവിലെ തന്നെ ഉണർന്ന് ഫസ്റ്റ് പ്രെയർ ആണ്. ഞങ്ങളൊരു 5 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് ഞങ്ങൾ കൂട്ടി പാടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എന്നാൽ എന്റെ കുഞ്ഞുങ്ങളും ഒത്തൊരുമിച്ച് ആ ഒരു സമയത്തൊന്നും ഞാൻ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. 5 മണി പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും. എന്നിരുന്നാൽ പോലും അന്ന് ഞാനും എന്റെ മാതാപിതാക്കളും ഞങ്ങളെ ഒരുമിച്ചിരുത്തിയത് പോലെ ഞാനും എന്റെ കുഞ്ഞുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുക. എനിക്കിപ്പോ അങ്ങനെയാ. ഞാൻ ചിന്തിക്കുന്ന അവരെന്തിനാ, അവർ ഉറങ്ങുമല്ല, ഡിസ്റ്റർബ് ചെയ്യണ്ട. പക്ഷെ എന്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്റെ മാതാവ് ശരിക്കും പറഞ്ഞ ഞങ്ങളെ 2 പേരെ ഉണർത്തി പാടി പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ സമയത്തൊന്നും ഉണർത്താൻ നമുക്ക് കഴിയത്തില്ല. നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടേതെന്ന് പറയുന്നത്. പൊതുവെ മേഘാലയ നല്ല തണുപ്പുള്ള പ്രദേശമാണ്. അങ്ങനെ പഠിച്ചു. നന്നായിട്ട് കർത്താവിന്റെ കൃപയാൽ കൃഷി ചെയ്തിട്ടാണെങ്കിൽ പോലും നന്നായിട്ട് പഠിപ്പിച്ചു. ഞാൻ അടുത്ത കോഴ്സ് സിവിലായിരുന്നു. അതും ദൈവത്തിന്റെ കൃപയാൽ കംപ്ലീറ്റ് ചെയ്തു. നന്നായിട്ട് പഠിച്ചു. ഓട്ടോക്കാര് ചെയ്യിച്ചു. ഓട്ടോക്കാരും കഴിഞ്ഞു. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ആ യൗവന സമയത്ത് ആ പ്രാർത്ഥനയൊക്കെ കൊണ്ടായിരിക്കാം ദൈവ ഭയം എന്നുള്ളത് കൂട്ടുകാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കാരണവശാലും ദൈവത്തിന്റെ വഴികളെ വിട്ടു നടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഒത്തിരി സാഹചര്യങ്ങൾ ഉള്ളതാകുന്ന ഒരു പ്രദേശമായിരുന്നു എന്റേത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏത് വിധത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു ചുറ്റുപാടാണ് എന്റെ ആ കുടുംബം, എന്റെ ആ വീട്, എന്റെ വീട്, ആ ഒരു സാഹചര്യം തെറ്റിപ്പോകാം. പക്ഷേ എന്നാൽ ഞങ്ങളെ വളർത്തിയത് അങ്ങനെ ഒരു ചുറ്റുപാടിന്റെ നടുവിൽ ഞങ്ങളെ പ്രാർത്ഥനയോടുകൂടി വളർത്തിയത് കൊണ്ട് എനിക്ക് ഇന്ന് ദൈവകൃപയിൽ നിൽക്കുവാനായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതിന് ഞാൻ നിന്നുവെന്ന് പറയുവാൻ എനിക്കില്ല. ഒന്ന് കർത്താവ് സഹായിച്ചു, കർത്താവിന്റെ കൃപ. 2 എന്റെ മാതാപിതാക്കളും എന്റെ സഭയും വളരെയധികം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നും ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മാതാപിതാക്കളുടെ വാക്കുകളെ, അവരുടെ കണ്ണുനീർ, അവരുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയാതെ, അതുപോലെ പകൽ സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് മുട്ടുമടക്കുമ്പോൾ ഞങ്ങളെ എന്നെയും സഹോദരനെ വിളിച്ചിരുത്തുമായിരുന്നു. പലപ്പോഴും അന്നൊക്കെ അതൊരു അരോചകമായിരുന്നു. നമുക്കൊന്ന് ഉറങ്ങാനോ അല്ലെ നമുക്കൊന്ന് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകാരോടൊപ്പം അപ്പുറം വീട്ടിലൊന്ന് പോകുവാനോ
ആ സമയത്തൊക്കെ ആയിരിക്കും അവരിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളെ വിളിക്കും. ഇച്ചിരിയോടൊക്കെ മുതിർന്നു കഴിഞ്ഞപ്പോൾ പോകാതെ ഇരുന്ന സന്ദർഭം, അതായത് എന്റെ എന്തെങ്കിലും എനിക്ക് എഴുതണം, എനിക്ക് വരയ്ക്കണം, നാളെ ഇത് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാരണത്താൽ ഞാൻ പിൻവലിഞ്ഞിട്ടുണ്ട്. എന്നാലും പിൻവലിഞ്ഞിരുന്നാൽ പോലും മനസ്സനുവദിക്കത്തില്ല. അതുപോലെ ഏങ്ങിയും മോങ്ങിയും കരയുന്ന കണ്ണുനീരും കരച്ചിലും പ്രാർത്ഥനയും ഒക്കെ കേൾക്കുമ്പോൾ അറിയാതെ ഞാൻ ഉഴപ്പുകയാണല്ലോ, അവരോടൊപ്പം പോയിരുന്നില്ലെങ്കിൽ അത് തെറ്റാണല്ലോ എന്ന് ഓർത്ത് ഞാൻ അവരോടൊപ്പം പോയിരുന്ന് പ്രാർത്ഥനയിൽ അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു. ഇതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ, ഇന്ന് ദൈവവേല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പലരും ആഗ്രഹിക്കാത്തതുമാണ്. എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു വേലയാണ് ഈ ദൈവവേല എന്ന് പറയുന്നത്. അത് ദൈവം ഏൽപ്പിച്ച വേല. അതായത് സകലവും സൃഷ്ടിച്ച, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകലതും സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ അത് ഒരു അവഗണനയാണ്, പരിഹാസമാണ്. പഠിച്ചവർ എന്തിനാ ഇതിന് പോകുന്നത്, ജോലി എന്തിനാ മാറ്റി വെച്ചിട്ട് ഇതിന് പോകുന്നതിനൊക്കെ തോന്നിയെന്ന് വന്നാലും ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഒന്നിനും നമ്മളെ തള്ളിക്കളയുവാൻ കഴിയാത്ത ഒരു പ്രതിഫലം നമുക്കുണ്ട്. അത് പ്രതിഫലം മോഹിച്ച് മാത്രമല്ല, ഈ ഒരു സത്യത്തിലേക്ക് അനേകരെ കൊണ്ടുവരിക എന്നുള്ളത്, അനേകരോട് പറയുക എന്നുള്ളത്, രക്ഷകൂടാതെ സുവിശേഷം അറിയിക്കുവാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ വളരെയധികം ചിന്തിക്കുന്നു. എനിക്ക് ഒരു സമയത്ത് ഞാൻ എല്ലാവരും കൺവെൻഷൻ കൊണ്ടുപോകുമായിരുന്നു. നാട്ടില് ആയിരുന്ന സമയത്ത്, ഞങ്ങൾക്ക് ചെറുപ്പ സമയത്ത് എല്ലാവരും. അപ്പം ഈ ഫോറിനേഴ്സ് ഒക്കെ വന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന സുവിശേഷമൊക്കെ അറിയിക്കും. നമ്മുടെ കൊട്ടാരക്കര കോളേജില് അതും അവിടെ ബോയ്സ് ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ കൺവെൻഷൻ ഒക്കെ നടത്തും. വലിയ വലിയ ഗ്രൗണ്ടില് വലിയ കൺവെൻഷനാണ് നടത്തുക. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അന്ന് ഒരു ഉള്ളിൽ കയറിയ ഒരു മോഹമുണ്ട്. ബാല്യത്തിൽ കയറിയ ഒരു മിഷണറി എന്നൊരു മോഹം ബാല്യത്തിൽ എന്റെ ഉള്ളിൽ കയറി. എന്നാൽ വളർന്നു, പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ ചിന്താഗതി മാറി. എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി വേണമെന്ന്. ഞാൻ പോകാത്ത ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാത്ത ഒന്നുമില്ല. ഞാൻ എല്ലാവരും എവിടെയെങ്കിലും കിട്ടണം, ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം, ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാളുടെ കൂടെ വിവാഹം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആശകളോട് കൂടി ഞാൻ വളരെയധികം ഓടി നടന്നിട്ടുണ്ട് എന്റെ ആ ഒരു യൗവന സമയത്ത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ മേലുള്ളത് കൊണ്ട് ഒന്നിലും സ്ഥായിയായിട്ട് ഉറപ്പായിട്ട് ഒന്നും എനിക്ക് അങ്ങോട്ട് കൺഫേം ആയി കിട്ടിയിട്ടില്ല. ഓടിയതിനെ മിച്ചം എന്ന് തോന്നുന്നു. ഒത്തിരി എഴുതി, ഒത്തിരി SN കോളേജിൽ അവിടെ പോയി ഇവിടെ പോയി. എനിക്കത് ഇഷ്ടമായിരുന്നു. ഇന്റർവ്യൂ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ പോവുക. കാര്യം എങ്ങനെയെങ്കിലും നല്ല എല്ലാത്തിനും ചേരും. കാര്യം പറഞ്ഞ ഏറ്റവും നല്ലതായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി വേണമെന്ന് മാത്രമുള്ള ആഗ്രഹമായിരുന്നു. എന്നാല് 22ാമത്തെ വയസ്സിൽ വിവാഹാലോചനകൾ പലത് വന്നെങ്കിലും ജോലിക്കാര്, എയർപോർട്ടിലെ ജോലിയുള്ളവർ, അങ്ങനെ ജോലിക്കാരായിട്ടുള്ള പലരും കടന്നു വന്നുവെങ്കിലും പിതാവ് എപ്പോഴും എന്റെ ആഗ്രഹം ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാളുടെ കൂടെ വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ച് സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകണം. പിതാവ് വളരെയധികം പ്രാർത്ഥിച്ചിരുന്നത് നല്ല ഒരു ആത്മീയനായിട്ടുള്ള ഒരു വ്യക്തിയോട്. സുവിശേഷ വേല ചെയ്യുന്ന ഒരാളെന്നൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ ഞാൻ എന്തിനാണ് ഇത്രയും പറയുന്നത് ചിന്തിച്ചാൽ, ഇന്ന് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ വേലയ്ക്ക് പോകുവാൻ പലരും മടിച്ചിരിക്കുന്ന കാലമാണ്. ഓർക്കുക, ദൈവത്തിന്റെ കോളിംഗ് നമ്മുടെ മേലുണ്ടെങ്കിൽ എങ്ങനെയായാലും അതിനെ ത്യജിച്ച് കളയാതെ, ദൈവ ഇഷ്ടം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ആ ഇഷ്ടത്തെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ട് നമുക്കറിയത്തില്ലെങ്കിൽ പോലും അനുസരണയോടെ വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ടതുപോലെ അങ്ങോട്ട് മുൻപോട്ട് അതിനൊരു എടുത്തു ചാടി, അല്ലെങ്കിൽ അവിടെ ആഗ്രഹിക്കുന്നവർ അവിടെ ചെന്നെത്താൻ കഴിയുന്നില്ലെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, പലപ്പോഴും നമ്മുടെ നേരെ തരുന്ന ഒരു ആലോചനയുണ്ട്, അല്ലെ ഒരു ദൈവം നമുക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട്. ഹോളി സ്പിരിറ്റ് നമുക്ക് അങ്ങനെ ലീഡ് ചെയ്ത് പോകുന്ന സമയത്ത് നാം പലപ്പോഴും ത്യജിക്കുന്നത് കൊണ്ടാണ് അതിപ്പോഴല്ല, ആയിട്ടില്ല, സമയമായില്ല, അങ്ങനെയൊക്കെ പല കാരണങ്ങളും ഒഴിവുകഴിവുകളും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നാം പറയുമ്പോഴാണ് ആ ദൈവിക പദ്ധതിയിലേക്ക്, അല്ലാതെ ഒരാളെയും ദൈവം വേലയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചവരെ കൊണ്ടെത്തിക്കാത്തതല്ല അതിന്റെ ന്യായമായ കാര്യം. നമ്മൾ ആ റൂട്ട് നമ്മൾ
നമ്മളെ തിരിച്ചു വിടുമ്പോൾ നമ്മൾ ആ റൂട്ടിൽ ഇപ്പോഴേ ആയിട്ടില്ല, അത് ആ റൂട്ടല്ല ശരിക്കും, ഞാൻ ഈ പോകുന്നത് തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാണ് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് എനിക്കും എന്റെ അനുഭവത്തിലൂടെ മനസ്സിലാകുന്നു. വിവാഹാലോചനകൾ വന്ന സമയത്ത് ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വന്ന സമയത്ത് എന്നോട് പ്രകാരം പറഞ്ഞു, അല്പസമയം സംസാരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് തന്നപ്പോൾ എന്നോട് ഒത്തിരി 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 ഒരു 20 മിനിറ്റോളം സംസാരിച്ചു. പക്ഷെ അതിനകത്ത് വളരെ വിലപ്പെട്ടതായിട്ട് സുശേഷ വേലയെ കുറിച്ചുള്ള താല്പര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അന്ന് ഒരു അവിടെ നമ്മുടെ കൊട്ടാരക്കര തന്നെ വേങ്ങൂർ ഒരു കോളേജിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ കാണുവാനായിട്ട് വരുന്നത്. അപ്പോ പറഞ്ഞത്, എന്റെ കൂടെ വന്നാൽ നല്ലൊരു വീട് കാണത്തില്ല, നല്ല വസ്ത്രം കാണത്തില്ല, ഇപ്പോഴുള്ളത് പോലത്തെ സാഹചര്യങ്ങൾ, ഭക്ഷണം അങ്ങനെയൊന്നും ഒരു പക്ഷേ ഉണ്ടായെന്ന് വരികയില്ല. എന്നിരുന്നാലും സുവിശേഷ വേലയ്ക്ക് താല്പര്യത്തോടെ സ്റ്റെപ്പ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിന് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും പ്രത്യേകിച്ച് എന്റെ താല്പര്യങ്ങളോ അപ്പോൾ തന്നെ കൊണ്ടുവന്ന പാസ്റ്ററോട് ഓൾറെഡി പാസ്റ്റർക്ക് അറിയാം എനിക്ക് എന്റെ ഉള്ളിൽ ആഗ്രഹം എന്താണെന്നുള്ളത്. അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞ്, സോളിക്ക് ഒരു ജോലിയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണല്ലേ എന്ന് പറയുകയും ചെയ്ത്. എന്നിരുന്നാൽ പോലും എന്റെ പിതാവിനോട് ഞങ്ങൾ സംസാരിച്ചത് എന്താണ്, ഞങ്ങൾ സെപ്പറേറ്റ് ആണ് സംസാരിച്ചത്, തന്നെ ഇരുന്നാണ് സംസാരിച്ചത്. എന്നാൽ പോയതിനു ശേഷം ഞാൻ എന്റെ പിതാവിനോട് സംസാരിച്ച കാര്യങ്ങളെ ഷെയർ ചെയ്തു, എന്റെ മാതാപിതാക്കളോട് ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ എനിക്കൊരു പ്രാർത്ഥന, അവരുടെ സഭയുടെ ഒക്കെ പ്രാർത്ഥന കിടക്കുന്നതുകൊണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ മറ്റു പലരും വന്ന് പല കാര്യങ്ങൾ മറ്റു തരത്തിൽ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനെ വ്യത്യസ്തമായിട്ട് പിതാവ് അതിനെ ആത്മീകമായിട്ട് ചിന്തിച്ചിട്ട് തീരുമാനം, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീരുമാനമില്ല, നമുക്ക് ഇത് മതി നമ്മളുടെ കുഞ്ഞിന്റെ കൂടെ എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് എന്റെ വിവാഹം നടക്കുന്നത് 2012. അങ്ങനെ അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷമായിട്ട് വിവാഹമൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ, പ്രാർത്ഥനയുടെ ഫലം ഒന്ന് മാത്രമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ, ഒന്നും കരുതി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു കൃഷിക്കാരൻ മാത്രമാണ് എന്റെ പിതാവ്, എന്നാൽ കരുതലൊന്നുമില്ലാതിരുന്നിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മാന്യമായ ഒരു വിവാഹം നടത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. എന്റെ സാക്ഷ്യത്തിലൂടെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്നാണല്ലോ. എന്റെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് ആ ഒരു ആത്മീക പ്രചോദനമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എവിടെയാണ്, എന്താണെന്ന്, നാളെ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് എന്ന് ഒരു തിരിച്ചറിവില്ലാതെ, ഒരു ലക്ഷ്യബോധമില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പറയുന്ന വാക്കുകളെ അനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും അത് നമുക്കൊരു ഫെയിൽ ആയി പോകത്തില്ല, തോറ്റു പോകത്തില്ല നമ്മുടെ യാത്ര. ഇത് ഞാൻ ഈ വിവാഹം തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹത്തോട് ഒത്തു വരുന്നില്ല. എന്റെ ആഗ്രഹം ജോലിയായിരുന്നല്ലോ. അപ്പൊ എന്റെ ആഗ്രഹത്തോട് മാച്ച് ആകാത്തത് കൊണ്ട് ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, ഇത് എനിക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ പിതാവ് പറഞ്ഞു നമുക്ക് ഇത് മതിയെന്ന്. അവിടെ ഞാൻ എന്നെ തന്നെ എന്റെ ആഗ്രഹത്തെ അടക്കി വെച്ചിട്ട് എന്ന വണ്ണം ജോലി ആയിരുന്നുവല്ലോ ആഗ്രഹം, എന്നാലും പിതാവ് പറഞ്ഞ വാക്കിനെ ഞാൻ ഒന്നും തിരസ്കരിച്ച് പറയാതെ നിന്ന് അനുസൃതയോടെ അത് നിന്നങ്ങ് കേട്ടു. ഓക്കെ, ഇത് മതി എന്ന് പിതാവിന്റെ ജ്യേഷ്ഠൻ പാസ്റ്ററാണ് പറഞ്ഞപ്പോൾ അത് അനുസരിച്ചു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് മുൻപോട്ട് കാര്യങ്ങളെ നീങ്ങി, വിവാഹവും കഴിഞ്ഞു. ഇന്ന് വരെ വളരെ സന്തോഷം. അവരുടെ വാക്കുകളെ അനുസരിച്ചത് കൊണ്ട് മാത്രം ആമേൻ ഇന്നും വളരെ സന്തോഷകരമായിട്ട് കർത്താവിന്റെ വേലയിലായതുകൊണ്ടല്ല, അതിലുപരി കുടുംബ ജീവിതത്തിലും വളരെയധികം സന്തോഷമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഭ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെ യൗവനക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, എന്നെ കേൾക്കുന്നവർ പറയുന്നത്, അവർ പറയുമ്പോൾ അതിനെ ത്യജിച്ച് കളയാതെ വണ്ണം അത് ദൈവത്തിൽ നിന്നുള്ളതാകുന്ന വാക്കുകളായിട്ട് അവരുടെ വാക്കുകളെ അനുസരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീരുകൾ കടന്നു വരാവുന്ന സാഹചര്യത്തിൽ അതിനെ മാറ്റി ദൈവം അതിനെ ആനന്ദപൂർണ്ണമാക്കി മുൻപോട്ട് നയിക്കുവാൻ ഇടയായിത്തീരും. വിവാഹം കഴിഞ്ഞു. 2 വർഷത്തോളമായി ഞങ്ങൾക്ക് തലമുറകളില്ലായിരുന്നു. അതിന്റെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷ്യമാണ്. ഞാൻ എന്റെ മാതാവും പിതാവും പ്രാർത്ഥിക്കുന്നത് കണ്ടു വളർന്ന ഞാൻ അധികം അങ്ങനെ
പ്രാർത്ഥിക്കും ഞാൻ. എന്നിരുന്നാൽ പോലും ഒരു വലിയ എന്റേതായിട്ടുള്ള ഒരു പ്രത്യേക സമയം കണ്ടെടുത്ത് പ്രാർത്ഥിക്കും, കൂട്ടത്തിൽ പ്രാർത്ഥിക്കും, ഒറ്റയ്ക്കും പ്രാർത്ഥിക്കും. പക്ഷെ കൂടുതലായിട്ട് എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ച് എന്നെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അതിന്റെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ചിലരെ മറികടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഭാഗത്തേക്ക് എന്നെ കൊണ്ടുവന്നത് എന്റെ മുത്ത എനിക്ക് ദാനമായി ആദ്യമായി നൽകി തന്ന തലമുറയോടുള്ള ബന്ധത്തിലാണ്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം എനിക്ക് അബോർഷൻ ഉണ്ടായി. 2 പ്രാവശ്യം അബോർട്ടഡ് ആയപ്പോൾ ഞാൻ അതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം അറിയാവുന്നതാണ്. കൊട്ടാരക്കരയിൽ തന്നെ രാജേന്ദ്രൻ ഡോക്ടർ, എനിക്ക് തലമുറ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം, സ്കാൻ ചെയ്തപ്പോൾ ഉള്ളു പരിശോധിച്ചപ്പോൾ ഒരിക്കലും തലമുറ ഉണ്ടാകയില്ല എന്ന് ഒരു സ്കാനിങ് റിപ്പോർട്ട് വന്നു. ഒരിക്കലും തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ല, അങ്ങനെയാണ് ഓവറി, അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മെഡിസിൻ ഒക്കെ തന്നു. ആ മെഡിസിൻ ഒക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് ആദ്യത്തെ തവണ വാങ്ങിയത് അതോടെ ഞാൻ കഴിച്ചു. ഒരു 2 വീക്സ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം ചെല്ലുവാനുള്ള ടൈമായി 2 വീക്സിന് ശേഷം. അപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സമയമായി, ഡോക്ടറെ കാണാൻ പോകേണ്ടിയിരിക്കുന്നു. തുടർച്ചയായിട്ട് ആ മെഡിസിൻ കഴിക്കുക, 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുക, വന്ന് കാണുക. അപ്പൊ ഞങ്ങൾ രാജസ്ഥാനിലായിരുന്നു ആ സമയത്ത് ഞങ്ങള് കർത്താവിന്റെ പേരിൽ നിൽക്കുന്നത്. അപ്പൊ ഈ തുടർച്ചയായിട്ടും മാസം 6 മാസം കൂടി ഇരിക്കുമ്പോൾ ചെല്ലുക എന്നുള്ളത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പ്രിയപ്പെട്ടവനോട് ഞാൻ വീണ്ടും ചെക്കപ്പിന് വേണ്ടി ചെല്ലുന്ന കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ടവൻ എന്നോട്, എന്റെ ഹസ്ബൻഡ് എന്നോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അബ്രഹാം പിതാവിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം അത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാ. പ്രാർത്ഥനയിലൂടെ ഒരു തലമുറ വേണോ, മെഡിസിനിലൂടെ ഒരു തലമുറ വേണോ എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ചാച്ചന്റെ താല്പര്യം എങ്ങനെയാണ്, നമുക്ക് കുഞ്ഞുങ്ങൾ 2 പേർക്കും അവകാശപ്പെട്ടത്, 2 പേർക്കും തുല്യമാണല്ലോ. അപ്പോ അച്ചാച്ചന്റെ താല്പര്യം എങ്ങനെയാ, അപ്പൊ പോകണ്ട എന്നാണോ പറയുന്നത്? അപ്പൊ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് മുതൽ തല കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതാണ്. ഒരു മെഡിസിനും കഴിച്ചില്ല. ഉണ്ടാകണമെങ്കിൽ 6 മാസം കൂടി ഇരിക്കുമ്പോൾ വന്ന് ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഒരു തലമുറ ഉണ്ടാകുള്ളൂ എന്ന് ഇന്നും റിസൾട്ട് എന്റെ പക്കലുണ്ട്. രാജേന്ദ്രൻ ഡോക്ടർ പറഞ്ഞതാണ്. എന്നാൽ ദൈവം 2 വർഷത്തിന് ശേഷം ഒരു നമ്മുടെ 31st പ്രയർ ടൈമിലായിരുന്നു. ആണ്ടൃതി നമ്മൾ കഴിഞ്ഞിട്ട് ന്യൂ ഇയർ പറയാൻ എല്ലാവരും വിളിക്കുന്ന ഒരു സന്ദർഭത്തില് ഇവിടെ ആസാമിലുള്ള എന്റെ ഒരു പ്രിയപ്പെട്ട ആന്റി എന്നെ വളരെയധികം സ്നേഹിക്കുകയും എന്നെ ആത്മീക തലത്തിൽ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്ത്, അതായത് എന്നെ ഒന്ന് പിടിച്ചു നിർത്തുന്ന ഒരു ആന്റിയാണ്. എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിളിച്ചത്. എന്നോട് പറഞ്ഞു, മോള് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും ഈ വർഷം മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. ഞാൻ എന്റെ പ്രാർത്ഥന എന്തായിരുന്നു, എനിക്കൊരു തലമുറ വേണമെന്നുള്ളതാണ്. അതിനു മുൻപേ തന്നെ ആ ആന്റി തന്നെ എനിക്ക് ഇങ്ങനെയും കൂടെ പറഞ്ഞു തന്നു, മോളെ എന്നും വയറ്റിൽ കൈ വെച്ചിട്ട് എല്ലാ ടൈമിലും എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴേ പറയണം, എനിക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറ തന്നതിനായി സ്തോത്രം പറയണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ കണ്ടിന്യൂസ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ടൈമിലും പറയും. എനിക്ക് പ്രതികൂലമായി വരുന്ന മന്ത്ലി ടൈമിൽ ഞാൻ ഇത് തന്നെ പറയുമായിരുന്നു, ദൈവമേ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് തന്നതിനായി സ്തോത്രം എന്ന്. ഏതായിരുന്നാലും ആ 2 വർഷത്തിന് ശേഷമുള്ള ആ ന്യൂ ഇയറിൽ, ആ ജനുവരി മാസത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. 2 വട്ടം അബോർട്ടഡ് ആയി ഇതിനിടയിൽ. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഡോക്ടർ പറഞ്ഞെങ്കിലും, ഡോക്ടർ ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് എന്റെ മനസ്സിൽ കിട്ടി. കാര്യം പോസിറ്റീവ് കണ്ടിട്ടാണ് ഈ ബ്ലീഡിങ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായി എനിക്ക് കുഞ്ഞിനെ കിട്ടുമെന്നുള്ളത്. അപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരിക്കൽ രാജസ്ഥാനിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു അവസരത്തില് ഈ മറ്റേ ഗിജടകൾ വന്ന് ട്രെയിനിൽ വന്ന് അല്പം പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസ കൊടുത്തപ്പോ എന്റെ ഹസ്ബൻഡ് വേറൊരു പാസ്റ്റർ ഉണ്ട്. ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് വരുന്ന സമയത്തായിരുന്നു. ആ റൂട്ടിലൊക്കെ നല്ല ഇഷ്ടം പോലെ കയറും ഈ ഗിജടകള്. അപ്പം പൈസ കൊടുക്കാത്തവർ അല്പം തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അവര് വല്ലാത്ത അസഭ്യം ഒക്കെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അവര് എന്റെ അടുത്തിരുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രാഗിട്ടാ പോയി. അപ്പോഴും എന്റെ ഉദരത്തിലേക്ക് ഇത് പോസിറ്റീവ് കണ്ടതിന് ശേഷമാണ്, നിങ്ങളെ അവര് കുറെ പ്രാഗിയിട്ടാ പോയത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നല്ലതല്ല എന്നൊക്കെ എന്റെ അടുത്തിരുന്നവര് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴൊക്കെ യേശുവിന്റെ രക്തം ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു ധൈര്യം ബലപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അച്ചാച്ചനും പറഞ്ഞ് അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പോസിറ്റീവ് കണ്ട ഈ കുഞ്ഞിനെ പോസിറ്റീവ് കണ്ടതിന് ശേഷം
ഇല്ല, ഇവര് ഈ സംഭവം നടക്കുമ്പം, ഈ വിജിതകൾ വന്ന് ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ് കണ്ടിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ വന്നു, വീണ്ടും രാജസ്ഥാനിൽ ഞങ്ങൾ പോകുന്നു. പിന്നീടാണ് ഈ സംഭവം ഉണ്ടായത്, പോസിറ്റീവ് എനിക്ക് ഉണ്ടാകുന്നത്. പോസിറ്റീവ് ഉണ്ടായി, അവിടെ വെച്ച് ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്നൊക്കെ തന്നു. അങ്ങനെ ഒരു യാത്രാ സമയത്ത്, ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു യാത്രാ സമയത്താണ് വീണ്ടും എനിക്ക് മുൻപ് 2 പ്രാവശ്യം ഉണ്ടായതുപോലെ ബ്ലീഡിങ് ഉണ്ടായി. നിൽക്കാത്ത ബ്ലീഡിങ്. എന്താണ് പറയുന്നത്, ഞാൻ പലതവണ ഞാൻ ആ ബ്ലീഡിങ്ങിനെ ഞാൻ എന്താ ചെയ്ത്, ഞാൻ കുറെ തവണ ചേഞ്ച് ചെയ്തു. അത്രമാത്രം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്ലീഡിങ്. അപ്പൊ എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ വളരെയധികം കരയാൻ തുടങ്ങി, വളരെ ഭാരപ്പെട്ടു, നിരാശപ്പെട്ട് കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവൻ മാറി, രാത്രിയായി, മാറി ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതെന്താണ്, ഇനി ഇതെന്ത് ചെയ്യും, ഇത് ബ്ലീഡിംഗ് ആയി പോയാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് മാറിയിരുന്ന് പ്രാർത്ഥിച്ച സമയത്താണ് ദാവീദ് ആടുകളെ മേയ്ക്കുവാൻ പോയ സമയത്ത് കരടിയും സിംഹവും വന്ന് തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് ആടിനെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനെ പിന്തുടർന്ന് ചെന്ന് പിടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുഞ്ഞിനെ വിടുവിക്കുന്നതാകുന്ന ഭാഗം തന്റെ ഹൃദയത്തിൽ അതേ പിക്ചർ വന്നിട്ട് വേഗത്തിൽ തന്നെ, പിശാചേ, ഇതെനിക്ക് അവകാശപ്പെട്ട തലമുറയാ, കഴിഞ്ഞ 2 എണ്ണത്തെ നീ 2 പ്രാവശ്യം എന്റെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവന്നു, എന്റെ അവകാശത്തെ നീ തട്ടിയെടുത്തു. എന്നാൽ ഇതിനെ ഞാൻ നിനക്ക് വിട്ടുതരികയില്ല. ഇതെനിക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നത്, ഇത് എന്റെ അവകാശമാ, ഇതെന്റെ തലമുറയെ, ഞാൻ ഇതിനെ തിരിച്ചു പിടിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ നാവ് കൊണ്ട് ചില വാക്കുകളെ ഉരുവിട്ടതിന് ശേഷം വീണ്ടും മുറിക്കകത്ത് കടന്നു വന്നു. വീണ്ടും എന്നെ വിളിച്ചുണർത്തി. ഞാൻ ഇപ്പോഴത്തേക്ക് കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയി. എന്നെ വിളിച്ചുണർത്തി. വീണ്ടും ഞങ്ങൾ കരങ്ങൾ കോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പിന്നീട് പിറ്റേന്ന് രാവിലെയായി. ഞാൻ വീണ്ടും ഉറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ഞാൻ അവിടുത്തെ ഒരു നേഴ്സ് ആന്റിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ പോയിട്ട് വന്ന് തങ്ങിയത്. ആന്റി രാവിലെ എന്നോട്, ഞാൻ ഈ ബ്ലീഡിങ്ങിന്റെ കാര്യം ഓൾറെഡി ആന്റിക്ക് അറിയാം. എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി യാത്ര ചെയ്തിട്ടായിരിക്കും ബ്ലീഡിംഗ് ഉണ്ട്. അപ്പൊ ആന്റി പറഞ്ഞ് ചെറുതായിട്ട് അങ്ങനെ ചിലപ്പോ പോകും, സാരമില്ലെന്ന്. പക്ഷെ അത് വലുതായി. ആന്റി തന്നെയാണ് എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള മാറി തന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ആന്റിക്ക് മനസ്സിലായത് കൈവിട്ടു പോയെന്ന്. എന്നാൽ രാത്രി ഇത് സംഭവിച്ചതൊന്നും ആന്റി അറിയുന്നില്ല. ദൈവവും അല്ലെങ്കിൽ പിശാചുമായിട്ട് നടന്ന യുദ്ധം ആന്റി അറിഞ്ഞില്ല. പ്രാർത്ഥനയ്ക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ഞാനൊന്ന് പറഞ്ഞു, ആന്റി ഇപ്പോ ബ്ലീഡിങ് കാണുന്നില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന്. ആന്റി പറഞ്ഞ സാധ്യതയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. കാര്യം ഓൾറെഡി ബ്ലീഡിങ്ങിന്റെ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാം തന്നത് കൊണ്ട് ആന്റിക്ക് അറിയാൻ സാധ്യതയില്ലെന്ന്. എന്നിരുന്നാൽ പോലും ആന്റി പറഞ്ഞു ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ യൂറിൻ എടുത്ത് ആന്റിയുടെ കയ്യിൽ കൊടുത്ത് ആന്റി തന്നെയാണ് ടെസ്റ്റ് ചെയ്തത്. അത്ഭുതം എന്ന് പറയട്ടെ, പോസിറ്റീവ് റിസൾട്ട് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ വിജനകളുടെ കാര്യം ഓർത്തു. ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായപ്പോ അവര് ശപിച്ച ശാപമാണോ എന്നൊക്കെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലൊക്കെ തോന്നിയായിരുന്നു. അതാ ഞാൻ ആ ഒരു സന്ദർഭം പറഞ്ഞു പോയത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ വായ്ത്തത്വമുള്ള ഒരുവന്റെ മേൽ ദൈവം ഒരു വായ്ത്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കുവാൻ, അതിനെ നഷ്ടപ്പെടുത്തുവാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ, ഇങ്ങനെ പിശാച് പല കുതന്ത്രങ്ങൾ നമുക്ക് നേരെ കൊണ്ടുവന്നാലും ഒന്നിനും തകർക്കാൻ കഴിയത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അതിനൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. അത് സത്യമാണ്. ദൈവം ചെയ്തിട്ടുള്ളത്, ദൈവം പറഞ്ഞിട്ടുള്ളത് ആകാശ ഭൂമിക്ക് ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അവനെ ഭൂമിക്ക് തന്റെ ഭക്തന്മാരോട് അവന്റെ ദയ വലുതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും ഭവിക്കയില്ല എന്നുള്ളത് വാസ്തവമാണ്. മുൻപോട്ട് പോകട്ടെ. ഞങ്ങള് അവിടുന്ന് പിന്നീട് ഞങ്ങൾ പാർക്കുന്ന രാജസ്ഥാനിൽ ഞങ്ങൾ പാർക്കുന്ന വീട്ടിലേക്ക് പോയി. അതിനുശേഷം മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു, ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല. ആ പോസിറ്റീവ് അങ്ങനെ തന്നെ നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല. 5 മാസമായി ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കൊട്ടാരക്കരയിൽ വീണ്ടും ഡോക്ടറെ കൊണ്ട് പുതിയതായിട്ട് എല്ലാ ചെക്കപ്പുകളും ചെയ്തു. ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഇവിടെ വന്നപ്പോൾ മാറിയോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല, കുഞ്ഞിന് കുഴപ്പമില്ല. നീരോ ഷുഗറോ പ്രഷറോ യാതൊരു പ്രോബ്ലവും എനിക്കുമില്ല. കുഞ്ഞിന്റെ വെയിറ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. എന്നാൽ ലാസ്റ്റ് മൊമെന്റ് വന്നപ്പോൾ വീണ്ടും പിശാച് തകർക്കുവാൻ തക്കവണ്ണം നോക്കി. ആ വായ്ത്തത്വമുള്ള തലമുറ എങ്ങനെ നശിപ്പിക്കണമെന്ന് പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിശാചിൽ നിന്ന് ഇത് എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് തന്ന
ധൈര്യത്തിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിയതുപോലെ ലാസ്റ്റ് വന്നപ്പോ 9ാം മാസമായി പിന്നെ നോക്കിയത് മിനി സേവിയർ എന്ന ഡോക്ടർ ആയിരുന്നു. ലാസ്റ്റ് മന്ത് 9 മന്തിലെ സ്കാനിങ് 8 കംപ്ലീറ്റ് ആയതിനു ശേഷം ലാസ്റ്റ് സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോഴാണ് സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു അബ്നോർമൽ, അതുവരെ ഇങ്ങനെ റിസൾട്ട് വന്നിട്ടേ ഇല്ല, ലാസ്റ്റ് റിപ്പോർട്ടിൽ വരുന്ന ഒരു അബ്നോർമൽ ബേബിയാണ് നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്നതെന്ന് പറയും. താങ്കൾ എന്നൊക്കെയാണ് ആ മിനി സേവിയർ ഡോക്ടർ നമ്മളെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. താങ്കളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞൊരു അബ്നോർമൽ ബേബിയാണെന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ഞാൻ എന്തായി. 2 വർഷം കാത്തിരുന്ന ലഭിച്ച തലമുറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ നമുക്ക് ആരംഭത്തിൽ തന്നെ ഇങ്ങനെ റിസൾട്ട് വന്നാലും നമുക്കിതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്കതിനെ നശിപ്പിക്കുക, നമുക്ക് മറ്റൊന്ന് ചെയ്തൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. എന്തായിരുന്നാലും ഞാൻ വേഗത്തിൽ തളർന്നു പോയെന്ന് പറയാം. കരഞ്ഞു തുടങ്ങി, വീണ്ടും കരഞ്ഞു തുടങ്ങി. എന്റെ കണ്ണുനീരൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നതായിരുന്നു. വീണ്ടും കരഞ്ഞു തുടങ്ങി, വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-2 പേരോട് മാത്രം, പാസ്റ്റർമാരായിട്ടുള്ളവരോട് മാത്രം ഇതിനെ ഷെയർ ചെയ്തു. ഒന്നെന്റെ പപ്പയുടെ ജ്യേഷ്ഠൻ, ഒന്നെന്റെ സഭയിൽ തന്നെയുള്ള ഒരു പാസ്റ്റർ. ഇപ്പൊ ആരോടും ഇത് പറയുന്നില്ല. കാര്യം എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് അറിയിക്കാൻ മനസ്സിലായിരുന്നു. പിന്നെ പ്രിയപ്പെട്ടവർ രാജസ്ഥാനിൽ തന്നെയാണ് എന്റെ ഹസ്ബൻഡ് എന്റെ നാട്ടിലേക്ക് വിട്ടിട്ട്, നാട്ടിൽ കൊണ്ടാക്കിയിട്ട് രാജസ്ഥാനിലേക്ക് മടങ്ങിപ്പോയി. വേഗം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് വീണ്ടും രാജസ്ഥാനിലേക്ക് പോയി. അവിടെ നിൽക്കുമ്പോൾ ഞാനിത് വിളിച്ചു പറഞ്ഞ സമയത്ത് സഹിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവന് ഒറ്റ ചോദ്യമേ, ഞാനും പ്രിയപ്പെട്ടവന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒറ്റ കാര്യമേ ചിന്തിച്ചുള്ളൂ, ഈ കുഞ്ഞുമായിട്ട് എങ്ങനെ സുവിശേഷ വേല ചെയ്യും? അതും രാജസ്ഥാനിൽ ഹൈന്ദവരായിട്ടുള്ളവരുടെ നടുവിൽ ചെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് സുവിശേഷം പറയുമ്പോൾ അവർ മുൻപേ ചോദിക്കാൻ സാധ്യതയുള്ള, പറയാൻ സാധ്യതയുള്ള കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ വിടുവിക്കുന്ന ദൈവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം വിടുവിക്കുന്നില്ല? പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളെ സൗഖ്യമാക്കാൻ വന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ആദ്യം സുഖപ്പെടുത്തുന്ന പറയും. ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ സുവിശേഷ വേല ചെയ്യും എന്നൊരു ചോദ്യം മാത്രമേ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ഇടപെടൽ പ്രിയപ്പെട്ടവനുമായിട്ട് ഉണ്ടായി. ഇപ്രകാരം ഒരു ശബ്ദം, താൻ ഒറ്റയ്ക്ക് കസേരയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. എന്താണ് കരയുന്നത്? എന്താണ് പ്രയാസം? അപ്പോൾ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു, അത് എനിക്ക് തലമുറ ഇല്ലാതിരുന്ന് കിട്ടിയതാണ്, പക്ഷെ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു. ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു, ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു, ബേബി അബ്നോർമൽ ആണെന്ന്. അങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം, ആ ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്ത ചോദ്യം ഹൃദയത്തിലേക്ക് കടന്നു വരിക, എന്താണ് പ്രശ്നം? അപ്പോൾ പറയുന്ന മറുപടി ഇതുപോലെ, തലയ്ക്കായിരുന്നു ശരിക്കും ആ സ്കാനിങ് റിപ്പോർട്ടിൽ പ്രശ്നമുണ്ടായത്. 2-3 പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്തു, 3 പ്രാവശ്യം തലയ്ക്ക് പ്രശ്നമുണ്ടെന്നാണ്, തല വലിപ്പമുള്ളൊരു ബേബിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് തലയ്ക്കാണ് പ്രശ്നം. അപ്പോൾ എടുത്ത് ചോദിച്ചു, കുഞ്ഞിന്റെ ശരീരം എങ്ങനെയുണ്ട്? സ്കാനിങ് റിപ്പോർട്ട് എന്ത് പറയുന്നു? അപ്പൊ പറഞ്ഞു, സ്കാനിങ്ങില് ബോഡി ഓക്കെയാണ്, തലയാണ് പ്രശ്നം, തലയ്ക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം ഇപ്രകാരം ഇടപെട്ടു, എടാ തല ഞാനല്ലേ, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നതെന്ന്. ആ ഒരു ശബ്ദത്തിന് മുൻപിൽ ഉടനെ തന്നെ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോനെ ഭാരപ്പെടേണ്ട, ദൈവം എന്നോട് സംസാരിച്ചു, നമുക്ക് അങ്ങനെ ഒരു തലമുറയെ ലഭിക്കത്തില്ല, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ലഭിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അത്ഭുതമെന്ന് പറയട്ടെ, ഡെലിവറി പെയിൻ എടുത്തു, ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോയി. വളരെ ചെന്നു അങ്ങോട്ട് ചെന്ന് കയറുക തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്താണ് വീട്ടിൽ നിന്ന് പോയത്. ചെന്നുടനെ ഡെലിവറി കഴിഞ്ഞു, ഒന്നും ഒരു ഇനിമ പോലും വെക്കേണ്ടി വന്നില്ല. ചെന്നുടനെ ഡെലിവറി കഴിഞ്ഞു, എല്ലാവരും മാറ്റിട്ട് എന്നെ മാത്രം പെട്ടെന്ന് കയറ്റി ഡെലിവറി കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായിട്ട് നൽകി തന്നു. അന്ന് ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, കർത്താവെ തരുന്നുവെങ്കിൽ ഊനമില്ലാത്തൊരു തലമുറയെ തരണമേ എന്ന്. ദൈവത്തിന്റെ കൃപയാൽ ഊനമില്ലാത്തൊരു തലമുറയെ, തലയ്ക്കാകട്ടെ ശരീരത്തിനാകട്ടെ ഒരു കുഴപ്പവുമില്ലാതെ പഠിക്കുവാനും പാടുവാനും ഒക്കെ മിടുക്കിയായൊരു മകളെ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകി തന്നു. ആദ്യം കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ നിൽക്കുന്ന അസിസ്റ്റന്റ് അടുത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കുവാൻ താല്പര്യപ്പെട്ടില്ല. ഞാൻ എന്റെ മുഖം തിരിച്ചു കിടന്നു. അവർ വീണ്ടും അതിലെ കൂടെ കറങ്ങി എന്റെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ വീണ്ടും മുഖം ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു. അപ്പോൾ അവർ വേഗത്തിൽ, ഞാൻ കേട്ടു അവർ പറയുന്നത്, പെൺകുഞ്ഞായതുകൊണ്ടായിരിക്കാം ഈ പുള്ളിക്കാരിക്ക് കാണാൻ താല്പര്യമില്ലാത്തതെന്ന്.
ഈ എന്നെ നോക്കിയ ഡോക്ടർ ആയിരുന്നില്ല എന്റെ ഡെലിവറി എടുത്തത്. അതുകൊണ്ട് അവർക്ക് ഈ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ ചിന്തിച്ചത് പെൺകുഞ്ഞായതുകൊണ്ടായിരിക്കാം ഞാൻ മുഖം തിരിച്ചതെന്ന്. ശരിക്കും പെൺകുഞ്ഞായതുകൊണ്ടല്ല, ഇങ്ങനെ ഒരു കുഞ്ഞിനെ, തലയ്ക്ക് പ്രശ്നമുള്ള ഒരു കുഞ്ഞിനെ കാണുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രം ചിന്തിച്ച്, ഒരു മാതാവല്ലേ, സഹിക്കത്തില്ലല്ലോ, മുഖം തിരിച്ച് ഞാൻ മാറിക്കിടന്നതായിരുന്നു, മുഖം തിരിക്കുകയായിരുന്നു ചെയ്തത്. പെൺകുഞ്ഞായതുകൊണ്ടായിരിക്കുമെന്ന് കരുതി അവരുടനെ തന്നെ കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് പുറത്ത് മാതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ അതിനുശേഷമായിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് മനസ്സോടെ ഞാൻ എന്റെ മാതാവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുഞ്ഞെങ്ങനെയുണ്ട്. ഞാൻ എന്നിട്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, കുഞ്ഞ് ബെഡിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുമായിരുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എന്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെയൊക്കെ മുഖം കണ്ടപ്പോ എനിക്കൊരു സമാധാനം തോന്നി. കാര്യം അവരുടെ മുഖത്ത് ഒരു വിഷമഭാവം ഞാൻ കണ്ടില്ല. പെട്ടെന്ന് എന്റെ മാതാവിനോട് പറഞ്ഞു, മോളെ ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, ഇനി നീ ഒന്ന് നോക്ക്. ഞാൻ നോക്കിയപ്പോ ആദ്യമായിട്ട് എന്റെ കുഞ്ഞിനെ നോക്കിയപ്പോ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന അവസ്ഥ. ഞാൻ പെട്ടെന്ന് തലയും മുഖം മൊത്തം ഒന്ന് നോക്കി. ഒരു കുഴപ്പമില്ല, ഉലവില്ലാത്തൊരു തലമുറ. നിങ്ങളുടെ പ്രശ്നം ഏതുമാകട്ടെ, ഏത് വലിപ്പമുള്ള വിഷയമാണെങ്കിലും സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ നിസ്സാരമായിട്ട്, നമ്മളതിനെ വലുതായിട്ട് വലിയ പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം പലപ്പോഴും. പക്ഷെ ദൈവം അതിനെ നിസ്സാരമായിട്ട് ലഘൂകരിച്ച് അല്ലെങ്കിൽ ഊനമില്ലാത്ത അനുഭവത്തിൽ നമ്മുടെ കയ്യിൽ തരുവാനായിട്ട് ഇടയായിത്തീരും. വിശ്വസ്തയോടെ നിൽക്കുന്നവരെ ഒന്നും നമ്മുടെ മുൻപിൽ അസാധ്യമായി തീരുകയില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ഞാനൊന്നും വല്ലാതെ തളർന്നു. ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യുന്നത്, അതിനെ തീറ്റിക്കുന്നത്, അതിനെ കുളിപ്പിക്കുന്നത്, സകലതും ഓർത്ത് ഭാരപ്പെട്ടൊരു മാതാവായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ച് അന്നെനിക്ക് മനസ്സിലായി, നമ്മൾ ആവശ്യമില്ലാത്തത് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് അന്നെനിക്ക് മനസ്സിലായി. അതുപോലെ പ്രാർത്ഥനയെ ഞാൻ കൂടുതൽ എന്റെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ അന്ന് മുതൽ ഞാൻ പഠിച്ചു. അന്ന് മുതൽ ഞാൻ കൂടുതൽ ദൈവത്തിലേക്ക് ഏത് വിഷയവും മറികടന്ന് കഴിയണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്നുള്ളത്, അതിലൂടെ സാധിക്കുള്ളൂ എന്നുള്ളത് മറ്റു പലരോട് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് പറയും. ഒത്തിരി വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ കാണുമല്ലോ, ഒരു പക്ഷേ എന്നെ കേൾക്കുമല്ലോ. ഞാൻ പറയട്ടെ എന്റെ പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരോട് നമ്മൾ നമ്മുടെ വിഷയം പറയുന്നത് നല്ലതാ, അവരൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കും. പക്ഷെ നമ്മളെ ദൈവം കാണുമ്പോൾ നമ്മുടെ പ്രാർത്ഥനമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പനോടൊന്ന് സംസാരിക്കുന്നത് കേൾക്കുവാൻ അപ്പൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് നമ്മൾ അങ്ങനെ അപ്പനോട് ചേർന്നിരുന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അതിനെ അപ്പൻ സാധ്യമാക്കി തരും. നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ, നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ച റിപ്പോർട്ടുകൾ നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കാം. ഒത്തിരി റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കാം സാധ്യമല്ലെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ 2 തലമുറകളെ, അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ഉണ്ടാകിയില്ല എന്ന് ശാസ്ത്രം പറഞ്ഞെങ്കിലും ഞാൻ സർവശക്തനാകുന്ന ദൈവമാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണെന്ന് എനിക്ക് എന്റെ ദൈവം തെളിയിച്ചു തന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം എനിക്ക് വിളിച്ചു വരുത്തി തന്നു. എന്റെ ഉദരത്തിൽ 2 തലമുറകളെ ദൈവം ദാനമായിട്ട് നൽകി തന്നു. അവരുമായിട്ട് ഞങ്ങൾ ഇവിടെ മൂത്ത മോള് ചെറുതായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. അന്ന് മുതൽ ഇന്ന് വരെ വളരെ തണുപ്പുള്ള ഒരു പ്രദേശമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, മേഘാലയ നല്ല തണുപ്പുള്ള പ്രദേശമാണ്. എന്നിരുന്നാൽ പോലും ഒരു പ്രശ്നവുമില്ലാതെ കുഞ്ഞുങ്ങളെ ഇന്ന് വരെ ഒരു പനിയാകട്ടെ, രോഗമാകട്ടെ, അതുകൊണ്ട് കേരളത്തിലേക്ക് ഓടിപ്പോകുവാൻ ഇടവരുത്താതെ ദൈവം നിലനിർത്തുന്നു. അതിനുശേഷം കുഞ്ഞിന് ഈ കഫക്കെട്ടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ വിശ്വാസത്തിനായിട്ട് ഉറപ്പിനായിട്ട് ഞാൻ പറയുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ എന്റെ മദറിന് പോയി അച്ചാച്ചന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ അവിടെ പറ്റത്തില്ല, കൊട്ടാരക്കരയിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഉടനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്തേക്ക് വിട്ടു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഒത്തിരി റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ച ചോദ്യമുണ്ട്, വീട്ടിൽ ആർക്കെങ്കിലും ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്റെ മദറിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അത് കേട്ടിട്ട് ഞാൻ തകർന്നു പോയി. അതിന്റെ ഒരു ഇതാണ് കുഞ്ഞിനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട് കർത്താവെ ഇനി പോകുന്നത് മേഘാലയക്ക്. ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടേക്ക് ഒരു കോളിംഗ് ഉണ്ടായാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ദൈവം ഇടപെട്ടാണ് ഞങ്ങള് കുഞ്ഞുമായിട്ട് എനിക്ക് പ്രഗ്നൻസി നടക്കുന്നത് രാജസ്ഥാനിൽ വെച്ചാണ്, കുഞ്ഞ് ജനിക്കുന്നത് കേരളത്തിലും. അങ്ങനെ കുഞ്ഞുമായിട്ട് നാട്ടിലൊരു പ്രയർ ടൈമിലാണ് മേഘാലയക്ക് ദൈവം നിങ്ങളെ
ഒരു ഫാമിലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു കോളിംഗ് ഉണ്ടാകുന്നത്. അത് മാത്രവുമല്ല, അതിനു മുൻപ് മേഘാലയയിലേക്ക് അതായത് ബാച്ചിലർ ടൈമില് എന്റെ അച്ചാച്ചൻ ഇവിടെ നിന്നിട്ടുണ്ട്, മേഘാലയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മിനിസ്ട്രിയിൽ മറ്റൊരു സുഹൃത്തുമായിട്ട് നിന്നതാണ് ഇവിടെ. കുറച്ച് 2 വർഷത്തോളം നിന്നു. അതിനുശേഷം മടങ്ങി കേരളത്തിലേക്ക് പോയതാ. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് രാജസ്ഥാനിൽ പോയത്. വീണ്ടും ഇങ്ങനെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ നാട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന ദൈവം ഇടപെട്ടത്. നിന്നെ വീണ്ടും മേഘാലയക്ക് ദൈവം അയക്കുമെന്ന്. ഈ ശബ്ദം കേട്ടപ്പോൾ രാജസ്ഥാനിൽ ഞങ്ങളുടെ തിങ്സ് ഒക്കെ ഇന്നും അവിടെയുണ്ട്. കിച്ചൺ തിങ്സ്, അതുപോലെ ഞങ്ങളുടെ എന്താ പറയണ്ടേ, ഞങ്ങളുടെ ഡ്രസ്സ്, ഞങ്ങളുടെ കുറെ ബുക്സ് ഒക്കെ ഇന്നും അവിടെ ഒരു ആന്റിയുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എടുക്കാനൊന്നും പോയിട്ടില്ല. മേഘാലയയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇനി അത് തേടി പോകാൻ നിന്നില്ല, മേഘാലയയിലേക്ക് വന്നു. ഇവിടെ വേണ്ടുന്നതെല്ലാം ദൈവം ഞങ്ങൾക്ക് ഇവിടെയും കരുതി തന്നു. എല്ലാ സാധനങ്ങളും ദൈവം കരുതി ഇന്ന് വരെ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ആലോചന കേട്ടത് കൊണ്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഒരു കോളിംഗ് ഉണ്ടായി. ആസാമിൽ നിന്നൊരു പാസ്റ്ററിനെ വിളിച്ചു, ഇതുപോലെ മേഘാലയക്ക് ഒരു മിഷണറി ആവശ്യമുണ്ട്. അപ്പൊ ഈ ആലോചന ഓർത്തു. ആലോചന പറഞ്ഞ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എഴുതിയിട്ടോ, ദൈവം അത് നിവർത്തീകരിക്കുമെന്ന്. ആലോചന കേട്ട പിറ്റേ വർഷമാണ് ഇവിടുന്ന് കറക്റ്റ് ആ ഡേറ്റിലാണ് ഇവിടുന്ന് കോളിംഗ് വരുന്നത്. അപ്പോൾ അച്ചാച്ചൻ പെട്ടെന്ന് ഓർത്ത്, എന്നെ ഇതുപോലെ ആലോചന ഉണ്ടല്ലോ എനിക്ക്, അപ്പൊ നമുക്ക് മേഘാലയക്ക് പോകാം. അങ്ങനെയാണ് കുഞ്ഞുമായിട്ട് ഇവിടെ വരുന്നതും. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞിന് വയ്യാതെ ശ്വാസം മുട്ടലായി വന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ. മേഘാലയയിലേക്ക് എങ്ങനെ പോകും, ഇങ്ങനെ ശ്വാസം മുട്ടേണ്ട ബുദ്ധിമുട്ട്, തണുപ്പുള്ള പ്രദേശവുമാണല്ലോ, എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭാരം തോന്നി. അപ്പോൾ അച്ചാച്ചൻ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയിട്ട് ഞങ്ങൾ 2 പേരുടെ കാര്യം കൊടുത്ത് പ്രാർത്ഥിച്ചു. അന്നിങ്ങനെ പ്രാർത്ഥിച്ചു ബ്രേക്ക് ചെയ്തു. കുടുംബത്തിന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയോ ഒന്നും, ഞങ്ങളുടെയോ ഒന്നും പാരമ്പര്യമായിട്ട് സൗന്ദര്യമോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള രോഗമോ സൗന്ദര്യമോ നിറമോ അല്ലെങ്കിൽ ഒന്നും സ്വർഗത്തിൽ അപ്പൻ കാൽവരി ക്രൂശിലൂടെ നൽകി തന്നതല്ലാതെ കുടുംബത്തിൻ്റെതായി പറയുവാൻ ഈ കുഞ്ഞിന്റെ മേലെ ഒന്നും വേണ്ടപ്പ. എന്തുണ്ടോ അങ്ങനെ അതെല്ലാം ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു ശ്വാസം മുട്ടൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിന്നീട് കുഞ്ഞിനെ അലട്ടിയിട്ടില്ല. ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ, പോട്ടെ തിരുവനന്തപുരത്തല്ല, കൊട്ടാരക്കരയിൽ പോലും ശ്വാസം മുട്ടലാണ്, കുഞ്ഞിന് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസത്തിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അന്ന് പ്രാർത്ഥിച്ചതിനെ ക്യാൻസൽ ചെയ്തതാണ്. ദൈവം അവിടെയും വിടുതൽ നൽകി അത്ഭുതകരമായി വിടുവിച്ചു. ഇന്ന് വരെയും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഒരു പ്രോബ്ലം അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ട് കുഞ്ഞിന് അലട്ടിയിട്ടില്ല. കർത്താവിന്റെ കൃപയാൽ അതിലൂടെയൊക്കെ കൂടുതൽ പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഇടയായിത്തീരുന്നു. ഇവിടെ മേഘാലയയിൽ ഒത്തിരി ആകുന്ന ജനങ്ങൾ ഒത്തിരി ഉണ്ട്. ക്രിസ്ത്യൻസ് ആണ് മേഘാലയയിൽ ഉള്ളത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും എല്ലാം അടിമകളാണ്. ഇവർ വളരെയധികം നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നവരാണ്. പക്ഷെ ഇവർ വർഷിപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, യാതൊരു ഹോളി സ്പിരിറ്റിന്റെ ചലനങ്ങളും ഇല്ലാത്ത ഇടമാണ്. വളരെ നന്നായിട്ട് പാടും, നന്നായിട്ട് ഗിറ്റാർ ചെയ്യും, നന്നായിട്ട് അവർ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഇല്ല. ഇവരുടെ ഇടയിലേക്ക്, ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് എന്തിനാണ് അയച്ചതെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും പാക്ക് ചെയ്ത് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് പോകാം. ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് യാതൊരു മാറ്റവും ഇവരിലില്ല, നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഇവിടെ നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് എന്ന് ഞങ്ങൾ പാക്ക് ചെയ്യുന്നു അന്നൊക്കെ ദൈവത്തിന്റെ ആത്മവചനത്തിലൂടെ വ്യക്തമായിട്ട് ഇടപെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാര് അന്ന് നമ്മൾ ആഗ്രഹിച്ചതോ അല്ലെ അവരെ വിളിച്ചതുമല്ല, അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ നിങ്ങളെ കൊണ്ട് ഈ വരും ദിവസങ്ങളിൽ വളരെ വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഞങ്ങൾ ടിക്കറ്റ് ഉടനെ എടുത്ത് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവത്തിന് ചില പ്രത്യേക താല്പര്യവും പദ്ധതി നിങ്ങളുടെ മേലുണ്ട്, ആമേനെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ ഉറപ്പിക്കുന്നത്. അങ്ങനെ പലപ്പോഴും പാക്ക് ചെയ്തെങ്കിലും, തുണികളൊക്കെ പാക്ക് ചെയ്തെങ്കിലും പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ഒരിക്കൽ ദൈവം തന്നെയാണ് ഒരു ദൈവദാസനോട് അറിയിച്ചത് മേഘാലയയിലേക്ക് പോകുക എന്ന്. ആ ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. പറയുന്ന സമയം വരെ, ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ നിൽക്കുക എന്നത് മാത്രമാണ്, അനുസരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. ആ ഒരു വ്യക്തമാകുന്ന അനുഭവത്തിലേക്ക് ഇന്ന് വരെയും ഞങ്ങൾ കാത്തിരുന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ചെറിയൊരു ആലയം ഞങ്ങൾക്ക് റെന്റിനാണെങ്കിലും ഇവിടെ നൽകി തന്നു. ചില പ്രിയപ്പെട്ടവരെ അവരൊക്കെ വളരെ ആരാധനയ്ക്ക് ഇരിക്കുന്നത് പോലും മുറുക്കിയും അവര്
മുറുക്കാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ ഒരു ആചാരമാണ്. അവർക്ക് ഉടനെ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ വെള്ളം തരുന്നതിന് മുൻപേ അവരൊരു മുറുക്കാൻ പൊതിയായിരിക്കും നമുക്ക് തരുന്നത്. നെറ്റൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിനകത്ത് ചുണ്ണാമ്പും പാക്കും ഒക്കെ വെച്ച് മുൻപേ അതായിരിക്കും അവർ തരുന്നത്. അത് നമ്മൾ സ്വീകരിക്കുകയും കഴിക്കുകയും ചെയ്യണമെന്നാണ്. ഇവിടെ പല മലയാളികളും ഒത്തിരി പേരൊന്നും ഇവിടെ ഇല്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. എങ്കിലും നമ്മൾ അതിനോട് ചേരുക എന്നുള്ളത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഞങ്ങൾക്ക് അവരോട് അതുമായിട്ട് ചേർന്ന് പോകാൻ ദൈവം അനുവദിച്ചിട്ടുമില്ല. അവരോടൊത്ത് ചേർന്ന് പോയെങ്കിലല്ലേ പറ്റൂ. അവരെ നേടുവാനെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എപ്പോൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അത് നീട്ടുന്നു ആ നിമിഷം ഞങ്ങൾ അവരോട് പറയും, ഒരിക്കലും ഇതൊരു ക്രിസ്ത്യാനിക്ക് ചേരുന്നതല്ല, ഇത് നമുക്ക് ചേരുന്നതല്ല. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഇത് ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ഇവിടെ അനാവശ്യമായിട്ട് യാതൊന്നും കയറ്റുവാൻ പാടില്ല. മദ്യം, മയക്കുമരുന്ന്, അതുപോലെ ഈ ലഹരിയുടെ ഉപയോഗങ്ങളും ഈ ഇലകളൊന്നും നമുക്ക് ചേരുന്നതല്ലെന്ന് പറയുവാനായിട്ട് ഇന്ന് വരെ ഒരു കുടുംബത്തിൽ അവരോടൊപ്പം അവരുടെ കക്ഷവുമായിട്ട് ചേർന്ന് പോകണമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും അതിനോട് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ആരാധന കഴിഞ്ഞതിന് ശേഷവും മറ്റ് ചായ കൊടുക്കുന്നത് പിന്നെയാണ്. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വലിയൊരു മുള കൊണ്ടുള്ള എല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ട്. മുള കൊണ്ടുള്ള ഒരു വലിയ കൊട്ട പോലുള്ള ഒരു സാധനമുണ്ട്. അതിനകത്ത് കുറെ ഇങ്ങനെ കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കും. അത് എല്ലാവരും എടുത്ത് ചവച്ചും തിന്നും കുറെയൊക്കെ കുടിച്ചിറക്കിയും അവിടെ തന്നെ തുപ്പിയും ഇങ്ങനെയൊക്കെയാണ് ഇവര് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനത്തെ നേടുവാൻ ദൈവം ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ ഇവരിൽ ഒരു മാറ്റം. ഇവരുടെ കൾച്ചറിനോട് ഞങ്ങൾ ചേരുകയല്ല, നമ്മുടെ ആ ഒരു ആരാധനാ രീതിയിലേക്ക് എന്താണ് വർഷിപ്പ് ടൈമിൽ നടക്കേണ്ടത്, ആരാധന ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന ഇവരുടെ നടുവിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം ആശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വരും ദിവസങ്ങളിൽ ആയിത്തീരുവാൻ ഇടയായിത്തീരട്ടെ. ഞാൻ പ്രാരംഭത്തിൽ എന്റെ മാതാപിതാക്കളെ കുറിച്ച് എന്തിനാണ് പറഞ്ഞതെന്ന് അറിയാമോ? അന്ന് ആ മാതാവ് രക്ഷിക്കപ്പെട്ട് ഇറങ്ങി വന്ന സമയത്ത് എന്റെ മാതാവിന്റെ പിതാവ് പറഞ്ഞതാണ്, നിങ്ങൾ ആശാരിപദേശിയോട് പറഞ്ഞതാ, നിങ്ങൾ കൊണ്ടുപോയിക്കോ. അന്നൊന്നും അത്ര വലുതായിട്ടൊന്നും അറിയത്തില്ല, കന്യാസ്ത്രീ എന്നുള്ള കാര്യം മാത്രം അറിയാം. ഈ പാസ്റ്റർമാര്യ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങൾ ഇതിനെ കന്യാസ്ത്രീയാക്കുവോ? നിങ്ങളുടെ ഇഷ്ടപ്രകാരം, കാര്യം നിങ്ങൾ ഒരിക്കലും ദോഷത്തിനായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്ന ദോഷത്തിനായി തീരുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കന്യാസ്ത്രീയായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടോളാൻ പറഞ്ഞു. അന്ന് മാതാവിന് പറ്റിയില്ലെങ്കിലും മാതാവ് ഇന്ന് പലപ്പോഴും ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഞാനും എന്റെ മാതാവ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഈ ദൈവവേല. ആ ദൈവവേലയിലേക്ക് ദൈവം എന്നെ നിർത്തിയപ്പോൾ മാതാവ് പറയും, എന്നോട് ഇങ്ങനെ പറഞ്ഞാണ് എന്റെ പിതാവ് മറ്റൊരു പാസ്റ്റർ കരങ്ങളിലേക്ക് കൊടുത്തത്. അന്നത് സാധിച്ചില്ല എങ്കിലും തലമുറയിലൂടെ ദൈവം അത് സാധ്യമാക്കി തീർത്തു. നീ ആഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും നിന്നെ കൊണ്ട് ഒരു സുവിശേഷകനെ കൊണ്ട് കെട്ടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ദൈവഹിത പ്രകാരം ഓർഡറായിട്ട് ആ കാര്യങ്ങളൊക്കെ നടന്നുപോയി. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ ഒന്നുമല്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മളിൽ നിറവേറേണ്ടതെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിധേയപ്പെടുക, അനുസരിക്കുക. കേൾക്കുന്ന പ്രത്യേകിച്ചും മുതിർന്നവരും സുവിശേഷ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ പല കാരണങ്ങളാലും പലർക്കും താല്പര്യമില്ല. അത് പലതാണ്. അവർക്ക് അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ അവിടെയുള്ള കാലാവസ്ഥ പറ്റുന്നില്ല. പക്ഷെ ദൈവം അയച്ചിട്ടാണ് എങ്കിൽ ഇതൊന്നും നിങ്ങൾക്കൊരു ബാധ്യതയായി തീരത്തില്ല, ഇതൊന്നും നിങ്ങൾക്കൊരു ഭാരമായി തീരത്തില്ല. ഇതിനൊക്കെ എങ്ങനെ മറികടക്കുന്നു എന്ന് ഇന്നിപ്പോ ഞങ്ങൾ ഓരോ തലങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കുന്നു എന്ന് ഞങ്ങൾ അറിയത്തില്ല. മുട്ടുമടക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ദൈവം നിശ്ചയമായിട്ടും ഇറങ്ങി വരും. മുട്ടുമടക്കുന്നവന്റെ കണ്ണുനീരൊഴുക്കുന്നവന്റെ മുൻപിൽ ദൈവം ഇറങ്ങി വരും. അതിനകത്ത് ദൈവം മാറ്റി സമയം പിന്നെ ആകട്ടെന്ന് വിചാരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുവാനായിട്ട് അല്പം സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതിനപ്പുറം ഒരു വിജയകരമാകുന്ന അനുഭവത്തിലൂടെ പോകാൻ വേണ്ടിയിട്ടാണെന്ന്. ഇവിടെ സഭ നടത്തുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, കുറെ കുഞ്ഞുങ്ങളെ ഒക്കെ വിളിച്ചിരുത്തി പഠിപ്പിക്കും. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങൾ ഗ്രാമത്തിൽ നിന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുമായിട്ടൊക്കെ ഞങ്ങൾ ഫെലോഷിപ്പ് നടത്തി പോകുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായതാകുന്ന ഒരു വലിയൊരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. മടിയും ഒക്കെ ഉള്ളവർക്കൊരു എൻകറേജിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ
ഒരു ഗ്രാമത്തിൽ പോയിട്ട് കുറച്ച് വന്ന ഇടയ്ക്കായിരുന്നു. ഇപ്പോൾ ആ ഒരു 7-8 വർഷമായി ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ മറ്റൊരു കർത്തൃദാസനുമായിട്ട് അച്ചാച്ചൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യമൊക്കെ അവരെ ചുമ്മാതെ പാട്ടൊക്കെ പഠിപ്പിക്കും, ABCD ഒക്കെ പഠിപ്പിക്കും. പിന്നെയാണ് യേശു ക്രിസ്തുവിന്റെ കഥയിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലെ കൂടെ കൃഷി കഴിഞ്ഞ് കുറെ പേര്, ഇവിടുത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. വൈകുന്നേര സമയത്ത് കൃഷിയൊക്കെ കഴിഞ്ഞ് കുറെ പേര് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് ഇങ്ങനെ വയലിന്റെ അടുത്തുകൂടെ നടന്നു വരുമായിരുന്നു. അപ്പൊ വയലിന്റെ കരയ്ക്ക് ഒരു മൈതാനം ഉണ്ടായിരുന്നു. അവിടെ ആ വയലിനിടയ്ക്കുള്ള മൈതാനത്തിൽ ഇരുന്നാണ് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അത് വേറൊരു വ്യക്തിയാണല്ലോ, പുറത്തുള്ള ആരുമാണല്ലോ. അച്ചാച്ചനെയൊക്കെ കണ്ടപ്പോ ഇവിടെ ഉള്ളവരെയും നമ്മളെ കേരളക്കാരെ കണ്ടാൽ നന്നായിട്ട് തിരിച്ചറിയും. അപ്പൊ പുറത്തുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവർ സംസാരിച്ചു, അവരുടെ ലാംഗ്വേജിൽ സംസാരിച്ചപ്പോ കുഞ്ഞുങ്ങൾ പറഞ്ഞു യേശുവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ പറഞ്ഞു, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞു. ഉടനെ തന്നെ അവരോട് ഒന്നും വാർത്ത സംസാരിക്കാനായിട്ട് പോയില്ല. ഉടനെ തന്നെ ഞങ്ങൾ തിരികെ അച്ചാച്ചനും മറ്റേ കർത്തൃദാസനുമായിട്ട് തിരിച്ചിനി പോരുന്നത് വളരെയധികം ഭാരമുണ്ടായി. അവര് ഓടിച്ചു വിട്ടല്ലോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് പോകും. യേശുവിനെ കുറിച്ച് ഇവിടെ ആർക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പഠിക്കണ്ട, ഞങ്ങൾക്കും പഠിക്കണ്ട, വാക്ക് പോലും അവർക്ക് ശരിക്കും അറിയത്തില്ല. ഒന്നും അവർക്കറിയാം, ഞങ്ങളെ അവര് തെറ്റിക്കാൻ വരികയാണെന്നുള്ള ചിന്തയായിരുന്നു അവർക്ക് അറിവുണ്ടായിരുന്നത്. ഞങ്ങളുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ വരികയാണ്. നന്നായിട്ട് യേശുവിനെ കുറിച്ച് അവർക്ക് അറിയുകയില്ലായിരുന്നു. മറ്റേതോ ഒരു ദൈവം, അത്രമാത്രം. ഇയാൾക്ക് വേറൊരു ദൈവത്തെ കുറിച്ച് കേൾക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതേ ഗ്രാമത്തിൽ നിന്ന് ഒരു വിളി വന്നു. ഒരു സ്ത്രീ ഒരു കടയിൽ വെച്ചൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. പാസ്റ്ററാണെന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീയാണ്, ആ ഒരു സഹോദരിയാണ് പറഞ്ഞത്, എന്റെ വീട്ടിലൊന്ന് വരണം, എന്റെ കുഞ്ഞിന് സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ വീട്ടിലൊന്ന്, ഈ പാസ്റ്ററോടൊന്ന് പറയൂ എന്റെ വീട്ടിലോട്ട് വരാനെന്ന് കടയിലെ സഹോദരിയോട് പറഞ്ഞു. ആ സഹോദരിക്ക് അറിയാം, ഞങ്ങൾ അത് വഴി എല്ലാ ആഴ്ചയിലും പാസ് ചെയ്യുന്നതായിരുന്നു, പാസ്റ്റർ ആണെന്നറിയാം. അപ്പൊ പെട്ടെന്ന് അച്ചാച്ചനോട് പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചതാ. ഉടനെ ആ സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ ഫോൺ നമ്പർ തന്നു. അപ്പൊ നാളെ വിളിച്ചിട്ട് വരണേന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ട് ചെന്നു. അപ്പൊ ഞാൻ പറയട്ടെ, സെയിം വില്ലേജ്, നമ്മളെ എവിടെ അട്ടിപ്പായിച്ചു വിട്ടോ, നിങ്ങൾ ഇനി ഇവിടെ യേശുവിനെ കുറിച്ച് പറയണ്ട, ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അതേ വില്ലേജിൽ എന്താണ് കാര്യം, ആ കുഞ്ഞിന് ഒരു കുഞ്ഞിന്, അവിടുത്തെ ആ ഗ്രാമത്തിലെ ഒരു സഹോദരന്റെ കുഞ്ഞിന് നടക്കുവാൻ കഴിയത്തില്ല, എലിക്ക് താഴെ ഭാഗത്തോട്ട് നടക്കുവാൻ കഴിയുന്നില്ല. അതിങ്ങനെ കാല് മടക്കി ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും ഇട്ടിട്ട് ഇങ്ങനെ കൈ കുത്തി പോവുകയല്ലാതെ ബലമില്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് വീണ്ടും അവിടേക്ക് ഞങ്ങൾക്ക് വിളിക്കുവാനുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് ഒരിക്കലും അവർ തെറ്റിപ്പോകാനല്ല. ഞങ്ങൾ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട്, യേശു ആരാണ്, യേശു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്, യേശു ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ യേശു ചെയ്യുന്ന അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെ എല്ലാം മാറ്റുന്നത് എന്താണ്, എങ്ങനെയാണ് മാറ്റം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ആ മുതിർന്നവർ വിലക്കിയത്. എന്നാൽ ആ കുഞ്ഞിലൂടെ തന്നെ ആ വില്ലേജിൽ വീണ്ടും കയറുവാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. വളരെ ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നേരത്തെ നിന്ന് കുഞ്ഞിന് വളരെ സന്തോഷമാണ് ഇപ്പോഴെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സംസാരിക്കത്തില്ല, ഒന്നും പറയത്തില്ല. ആ ഒരു കുഞ്ഞിനാൽ വളരെയധികം ചിരിക്കുകയും അങ്ങനെ തന്നെയാണെങ്കിൽ പോലും കുഞ്ഞിങ്ങനെ ഓടിപ്പാടി നടക്കുന്ന ഒരു അനുഭവം പറയുവാനായിട്ട് പിതാവ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പൂർണ്ണമായിട്ട് ആ കുഞ്ഞിനെ വിടുവിക്കുകയും ആ കുഞ്ഞിലൂടെ തന്നെ ആ വില്ലേജിനകത്തൊരു നമുക്കൊരു പ്രവേശനം ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല, യേശുവിനെ ആ ഗ്രാമം സ്വീകരിക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. ആ ഗ്രാമത്തിലേക്ക് യേശു കടന്നു ചെന്നാൽ എത്രമാത്രം ആ ഗ്രാമം ഭംഗിയുള്ളതായി മാറുമോ അത്രമാത്രം ഭംഗിയുള്ളതായി മാറുവാൻ അവരെല്ലാവരും യേശുവിനെ അറിയുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ഞങ്ങൾ ദിവസങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, പോകുവാൻ മടിക്കുന്നവർക്ക് മുൻപിൽ ഒരു സാക്ഷ്യമാണ്. നിങ്ങൾ മടിക്കേണ്ട, നിങ്ങളെ കൊണ്ടല്ല, നിങ്ങൾക്ക് മുൻപേ കടന്നു പോകുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുൻപേ ഇറങ്ങുന്ന അവരുടെ ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് നിങ്ങളെ അവിടെ വെൽക്കം ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ വിഷമഘട്ടത്തെ മനോഹരമാക്കി തീർക്കുന്നത്. പോകുവാൻ മടിക്കേണ്ട, വേലയ്ക്ക് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വേല ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ദിവസങ്ങളിൽ വളരെയധികം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ മുഖാന്തരമായി തീരണം. ഇത് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ഇത് വളരെയധികം നമ്മുടെ കർത്താവ് വരുക അന്ത്യകാലമാണ്. ഏറ്റവും വേഗം നന്നായിട്ട് ഒരു ഇന്നലത്തെ പോലെയല്ല,
ഇന്ന് നാം അധികം ഒരുങ്ങി കർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എത്തിയിട്ടില്ലാത്ത ശ്രോതാക്കൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒത്തിരി ടെസ്റ്റ് മണികളൊക്കെ മാറി മാറി വരാറുണ്ട്. എന്നാൽ മാറി മാറി വരുമ്പോൾ പലപ്പോഴും അത് സ്കിപ്പ് ചെയ്ത് അതിനെ മാറ്റിയിട്ട് അടുത്തതിലേക്ക് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു അല്ലാതെ മറ്റാർക്കും കളർഫുൾ ആക്കി തീർക്കാൻ കഴിയത്തില്ല. മറ്റാര് കളർഫുൾ ആക്കുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ജീവിതം കളർഫുൾ ആകുകയുമില്ല. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം കളർഫുൾ ആയിത്തീരും. നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലാത്തത്, നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മൂലമോ അല്ലാതെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. അത്രമാത്രമുള്ള വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ കളർഫുൾ ആക്കി മാറ്റും. അത് പപ്പയ്ക്കോ മമ്മിക്കോ, അത് നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ചെയ്യുവാൻ കഴിയത്തില്ല. ഭാര്യയ്ക്കോ ഭർത്താവിന് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളുടെ മക്കൾക്ക് കഴിയത്തില്ല. അത്രമാത്രം ഒരു സ്പർശനമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത്. അത് മനോഹരമാണ്, അത് സമാധാനപൂർണമാണ്. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ശ്രോതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ യേശു ക്രിസ്തുവിനെ അറിയുന്ന നിങ്ങളുടെ ജീവിതത്തെ അബദ്ധമായിട്ട് ചിന്തിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം തരും. മാത്രമല്ല, ഇവിടെ കൊണ്ട് തീരാത്ത ഒരു പുതു ജീവൻ കൂടി ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടില്ലാത്തവർ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ യേശു ക്രിസ്തു ഒരു അബദ്ധമായിട്ടല്ല. ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ വിഷയത്തെ അവൻ വളരെ ചലഞ്ചായി കിടക്കുന്നതാകുന്ന കാര്യങ്ങളെ വളരെ നിങ്ങളുടെ ആ ദേശത്ത്, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് വീണ്ടും അതൊരു ചലഞ്ചായി തന്നെ മാറ്റിയെടുത്ത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും യേശു ക്രിസ്തു വലിയവരെന്ന്. അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, വിശ്വസിക്കുക. വരും ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനായി ജീവിക്കുക. ഇതുപോലെ എന്നെ പോലെയല്ല, ഇതിനേക്കാൾ അത്ഭുതകരമാകുന്ന സാക്ഷ്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ ഒരു നല്ല സാക്ഷിയായിട്ട് പലയിടങ്ങളിലും നിൽക്കുവാൻ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടിന്റെ 2 വരി മാത്രം പാടിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ എനിക്ക് നൽകപ്പെട്ട സമയത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്നാരോട് ചേരട്ടെ യേശുനാഥ എന്നേരം നീയാണെന്നെല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്നാരോട് ചേരട്ടെ യേശുനാഥ എന്നേരം നീയാണ് എല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീയാകാനില്ല, ഞാൻ മാറുന്നാലും സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനും നമ്മുടെ പ്രാണനും നമുക്കെല്ലാം നമ്മുടെ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പിതാവ്. മാതാവില്ലാത്തവർക്ക്, പിതാവില്ലാത്തവർക്ക്, ഭർത്താവില്ലാത്തവർക്ക്, മക്കളില്ലാത്തവർക്ക്, നിങ്ങൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തു. ഞാൻ അതിന് ഉദാഹരണം, ഈ പട്ടണത്തിലൊരു മാതാവ്, അവൾ വിധവയായിരുന്നു.
അവൾക്ക് ഏകപുത്രൻ, ഒറ്റ മകൻ മാത്രം. വിധവ എന്ന് പറയുമ്പോൾ, മകനുള്ള ഒരു സ്ത്രീയെ വിധവ എന്ന് പറയുമ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഭർത്താവ് മരിച്ച ഒരു വിധവയായ സ്ത്രീ, അവൾക്ക് ആരുമില്ല, ഉണ്ടായിരുന്ന ഏകപുത്രൻ അത് മരണപ്പെട്ടു. അവൾ പറഞ്ഞു കാണും, എന്നെ കൂടി അങ്ങ് കൊണ്ടുപോ, ഇനി എന്തിനാ എന്നെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്, എന്നെ കൂടി അങ്ങ് എടുത്തോ. ആ ഭർത്താവ് മരിച്ച മരണം കണ്ടു. അതിനുശേഷം ആ മകനും മരണപ്പെട്ട് കിടക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ ശുശ്രൂഷകൾ കഴിഞ്ഞ് മണ്ണിട്ട് മൂടുവാൻ കൊണ്ടുപോകുന്ന അവസരത്തിൽ ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക്, ആ മാതാവിന്റെ ജീവിതത്തിലേക്ക് എതിരെ സ്നേഹമെന്ന യേശു ക്രിസ്തു കടന്നു വന്നു. ആമേൻ. അവൾക്ക് ഒന്നുമില്ലാതിരുന്ന ഒറ്റപ്പെട്ടു പോയ ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാം? കൊണ്ടുപോയവർ ആ കുഞ്ഞിനെ മണ്ണിട്ട് ആ കബറടക്കം കഴിഞ്ഞാൽ എല്ലാവരും പിരിയും. പിന്നെ മാതാവ് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വന്നപ്പോൾ ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്നപ്പോൾ തന്നെ, ആ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ മഞ്ചം ചുമന്നുകൊണ്ട് പോയവർ അവർ അവിടെ നിന്നു. യേശുക്രിസ്തു ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് വന്നു. ആമേൻ. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു മടങ്ങി വന്നു. നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയത്, പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു പക്ഷെ വിധവ ഈ ഭൂമിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഭർത്താവ് ഉള്ളൊരു സ്ത്രീ ആയിരിക്കാം, നിങ്ങൾ വിധവയായിരിക്കില്ല. ഭർത്താവ് ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ ഒറ്റപ്പെടലിൽ നിങ്ങളുടെ എതിരെ വരുവാൻ യേശു ക്രിസ്തുവിനല്ലാതെ ഭൂമിയിൽ മറ്റാർക്കും കഴിയത്തില്ല. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി തീർക്കും. ഒരു വാക്ക് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ സമയത്തെ ഓർത്തിരിക്കാം. പരിശുദ്ധനായിരിക്കുന്ന സ്വർഗ്ഗീയ നല്ല ദൈവമേ, ഈ നൽകപ്പെട്ട ടെസ്റ്റിമണി പറയുവാൻ നൽകപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. എത്രത്തോളം അത് ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം എന്ന് മാത്രമേ ഉള്ളപ്പ. ഇതാരുടെയും ഇതാകുന്ന കാര്യങ്ങളെ പറഞ്ഞ് ഒന്നും വലിപ്പത്തിനോ ശ്രേഷ്ഠതയ്ക്കോ അല്ല, ഇത് അനേകർക്ക് പ്രയോജനമായി തീരുവാനാണ്. കർത്താവ് ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്ന പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടു പോയവർ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവൻ പ്രാപിപ്പാൻ, അവൻ കളർഫുൾ ആയ ലൈഫ് ക്രിസ്തുവിലൂടെ, അവൻ എത്ര സമാധാനമില്ലാത്ത അവസ്ഥയെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ അവസ്ഥയെ മറന്നുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷവും സമാധാനപൂർണ്ണമായി ജീവിപ്പാൻ ഒരുക്കിയെടുക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ ദിവസങ്ങളിൽ ഓരോ ടെസ്റ്റിമണിയിലൂടെ ദൈവം വാർത്തെടുക്കേണ്ടതിനായിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജോയ്സ് ടിവിയിൽ അവസരം നൽകി തന്ന പ്രിയ ആന്റി, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ഈ ജോയ്സ് ടിവിയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഇതിലൂടെ കേൾക്കുന്ന ടെസ്റ്റിമണികൾ അനേകരെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കി തീർക്കേണ്ടതായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നൽകപ്പെട്ട നല്ല സമയത്ത് നന്ദിയോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് കാണിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ആന്റി. ആന്റിയോടും ഇതിന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും എന്റെയും കുടുംബത്തിന്റെയും ഞാൻ അറിയിക്കുന്നു. ആമേൻ. ഓക്കെ സോളി, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ നന്ദിയുണ്ട്. ഗോഡ് ബ്ലെസ് യു.